വീണ ജോർജിന്റെ നാടകങ്ങൾ പുത്തരിയല്ല. കുവൈറ്റിലേക്ക് പോകാൻ ബഹളം വെച്ചത് മലയാളികൾ മറന്നിട്ടില്ലെന്ന് കെ സുരേന്ദ്രൻ. JP നദ്ദ സൗമനസ്യം കാണിച്ചില്ലെന്നതിൽ BJPയുടെ മറുപടി വന്നിരിക്കുകയാണ്. കേന്ദ്ര ആരോഗ്യമന്ത്രി JP നദ്ദ കൂടിക്കാഴ്ച നിഷേധിച്ചുവെന്ന വീണ ജോർജിന്റെ ആരോപണം നാടകമാണെന്ന് BJP സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ. വഞ്ചനയുടെ ആൾരൂപമാണ് വീണ ജോർജ് എന്നും സുരേന്ദ്രൻ കുറ്റപ്പെടുത്തി. ക്യൂബൻ സർക്കാരിന്റെ പ്രതിനിധികളെ കാണാനാണ് സംസ്ഥാനത്തിന്റെ ആരോഗ്യമന്ത്രി ഡൽഹിയിലെത്തിയത്. സംസ്ഥാന ഖജനാവിലെ പണം ഉപയോഗിച്ച് നടത്തിയ അനാവശ്യ യാത്രയായിരുന്നു അത്. ഇക്കാര്യം മറയ്ക്കാനാണ് കേന്ദ്ര ആരോഗ്യമന്ത്രി സന്ദർശനം നിഷേധിച്ചുവെന്ന കള്ളപ്രചാരണം നടത്തുന്നത്. ഇത്തരം നാടകങ്ങൾ വീണ ജോർജിന് പുത്തരിയല്ല. ഇതിനു മുൻപ് കുവൈറ്റിലേക്ക് യാത്രാനുമതി ലഭിക്കാതെ വിമാനത്താവളത്തിൽ നിന്നും തിരിച്ചയച്ചുവെന്ന് പറഞ്ഞ് ബഹളം വെച്ചത് മലയാളികൾ മറന്നിട്ടില്ല. വിദേശത്തെ ദുരന്ത മുഖത്ത് കേന്ദ്ര സർക്കാരാണ് കാര്യങ്ങൾ ചെയ്യേണ്ടതെന്നിരിക്കെ അധികാര ദുർവിനിയോഗം നടത്താനായിരുന്നു അന്ന് മന്ത്രി ശ്രമിച്ചത്. കേന്ദ്ര ആരോഗ്യമന്ത്രിയുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് മുൻപേ അനുമതി തേടണമെന്ന് അറിയാത്തയാളല്ല സംസ്ഥാന ആരോഗ്യമന്ത്രി. എന്നിട്ടും കൂടിക്കാഴ്ചയ്ക്കുള്ള കത്ത് വൈകി നൽകിയത് മന്ത്രിയുടെ ഉത്തരവാദിത്വമില്ലായ്മയാണ്. ഈ ഉത്തരവാദിത്വമില്ലായ്മയാണ് കാണിക്കുന്നതെന്നും ആശാവർക്കർമാരുടെ സമരത്തിൽ നിന്നും ശ്രദ്ധ തിരിക്കാനാണ് മന്ത്രി ശ്രമിക്കുന്നതെന്ന് വ്യക്തമാകുന്നുവെന്നും കെ സുരേന്ദ്രൻ പറഞ്ഞു. സംസ്ഥാന മന്ത്രിയുടെ അലംഭാവത്തെ തുറന്നു കാണിക്കേണ്ട പ്രതിപക്ഷമായ കോൺഗ്രസ് അവരെ പിന്തുണയ്ക്കുന്നുവെന്നും സുരേന്ദ്രൻ പറഞ്ഞു. എന്നാൽ അടുത്ത ആഴ്ച വീണയെ കൂടിക്കാഴ്ചയ്ക്ക് ക്ഷണിച്ച JP നദ്ദ പക്വമായ നിലപാട് സ്വീകരിച്ചു. ആശാവർക്കർമാരുടെ സമരത്തെ അവഗണിക്കുകയാണ് വീണ ജോർജും സർക്കാരും ചെയ്യുന്നത്. സമരക്കാരുമായുള്ള ചർച്ചയിൽ ഒട്ടും വിട്ടുവീഴ്ച ചെയ്യാത്ത ആരോഗ്യമന്ത്രി സംസ്ഥാനത്തിന്റെ നാണക്കേടാണ്. സംസ്ഥാന വിഷയമാണ് ആരോഗ്യമെന്നിരിക്കെ ആശാവർക്കർമാരുടെ ഓണററിയം വർദ്ധിപ്പിക്കേണ്ടത് സർക്കാരിന്റെ കർത്തവ്യമാണ്. ആശാവർക്കർമാരുടെ ഇൻസെന്റീവ് വർദ്ധിപ്പിക്കുമെന്ന് കേന്ദ്രമന്ത്രി പാർലമെന്റിൽ പ്രഖ്യാപിക്കുകയും ചെയ്തിട്ടുണ്ട്. എന്നാൽ സമരക്കാരുടെ ആവശ്യം പരിഗണിക്കാൻ തയ്യാറാകാതെ കേന്ദ്രത്തിന് പഴിചാരാനുള്ള ശ്രമങ്ങൾ അനുവദിക്കില്ലെന്നും കെ സുരേന്ദ്രൻ പറഞ്ഞു. ആശാവർക്കർമാരുടെ സമരത്തിന് മുന്നിൽ മഴവിൽ സഖ്യമെന്ന CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. എല്ലാവർക്കും സമരം ചെയ്യാൻ അവകാശമുണ്ട്. ആ സമരത്തെയും ജനാധിപത്യ സമരമായാണ് കാണുന്നത്. സമരത്തിന്റെ ലക്ഷ്യം പ്രധാനമാണ്. എന്നാൽ സർക്കാർ വിരുദ്ധ രാഷ്ട്രീയം കൈകാര്യം ചെയ്യുന്നവരാണ് ആശാവർക്കർമാരുടെ സമരത്തിന് പിന്നിൽ. UDFും BJPയും ഒക്കെ സമരത്തിന്റെ ഭാഗമാണ്. ആശാപ്രവർത്തകരെ ഉപയോഗിച്ച് SUCയും ജമാഅത്തെ ഇസ്ലാമിയും SDP-യും അടക്കമുള്ള സംഘടനകൾ നടത്തുന്ന നീക്കത്തെയാണ് എതിർക്കുന്നതെന്നും MV ഗോവിന്ദൻ പറഞ്ഞു. ഇതിനു മുൻപും ഗോവിന്ദനും CPM നേതാക്കളും സമരത്തെ വിമർശിച്ചും അപഹസിച്ചും പ്രസ്താവന ഇറക്കിയിട്ടുണ്ട്.